ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞു വീട്, ഒരു കിളിക്കൂട് പോലെ ഉള്ള ഒരു വീട് വേണം എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ ആ നാൾ മുതലേ ഞങ്ങൾ സ്വപ്നം കാണുമായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഇങ്ങനൊരു വീട് വേണം എന്നുള്ളത്. ബാൻസുരിയുടെ മീനിങ് ഓടക്കുഴൽ എന്നാണ്. അപ്പോൾ നമ്മുടെ വീടിന് ഒരുപാട് ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ ബാൻസുരി കൊടുത്താലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പം അത് നന്നായിരിക്കും, അധികം എവിടെയും കേട്ടിട്ടില്ല, ഒരു ഓടക്കുഴൽ വീട് പോലെ തന്നെ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ബാൻസുരി എന്നുള്ള പേര് സെലക്ട് ചെയ്തത്. ഞങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു വീടാവണം എന്നായിരുന്നു ആഗ്രഹം. എലഗൻ്റായിട്ട്, സിമ്പിളായിട്ട്, ഒരു സിംപ്ലിസിറ്റി, എല്ലാറ്റിലും അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഐഡിയാസ് ഞങ്ങൾ എൻജിനീയറായിട്ട് സംസാരിച്ചപ്പോൾ എൻജിനീയർ ആദ്യം ഞങ്ങളുടെ എല്ലാ കൺസെപ്റ്റും ഞങ്ങൾ പറഞ്ഞു. ചെറിയൊരു കോർട്ട്യാർഡ് വേണമെന്നുണ്ട്, പിന്നെ ഒക്കെ സിമ്പിളായിട്ട് ഒരു കുഞ്ഞു കിളിക്കൂട് പോലത്തെ വീട് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു വീടാവണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതിൽ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അതിൽ ഇൻക്ലൂഡ് ആയി എന്ന് വേണം പറയാൻ. കാരണം ചെറിയൊരു കോർട്ട്യാർഡ്, പിന്നെ പൂജാ സ്പേസ് ആയാലും ഓവറായിട്ടൊന്നും വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ അടച്ചിട്ട രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെ ഞങ്ങൾക്ക് അതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കോർട്ട്യാർഡൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വിൻഡോസ് ഗ്ലാസ് ആകുമ്പോൾ കള്ളന്മാർ വരും, അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനോടൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. അപ്പം അതെന്നെ മതി എന്നുള്ള രീതിയിലാണ്. സ്റ്റെയർ കേസ് നമ്മൾ ചെയ്യുമ്പോൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തീം കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സാധാ നമ്മൾ എല്ലായിടത്തും കാണുന്നതിൽ നിന്നൊന്ന് വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ കളറ്, കമ്പിയുടെയൊക്കെ കളറ് നമ്മുടെ ടൈലിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രേ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ആ ഗ്രേക്ക് പകരം ഒരു വേറൊരു ഗ്രീൻ ടൈപ്പിലാണ് അത് കൊണ്ടുവന്നുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓപ്പൺ കിച്ചൺ വേണം എന്നുള്ളതും ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഓപ്പൺ കിച്ചൺ. പിന്നെ അപ്പം അത് എങ്ങനെയായിരിക്കും, ഇങ്ങനെ സ്പേസ് കറക്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ, ഇപ്പോൾ കിച്ചണാണല്ലോ നമ്മൾ പിന്നെ യൂസ് ചെയ്യുമ്പോൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ കുറേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വീടൊക്കെ കാണിച്ചു തന്നു. പിന്നെ ഹോബ് സെറ്റ് ചെയ്താൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഓപ്പൺ കിച്ചൺ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇവിടെ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോർട്ട്യാർഡാണ്. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ് അവിടെ പോയിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് ചെറിയൊരു യോഗയൊക്കെ ചെയ്യാം, പിന്നെ ഒരുപാട് കിളികളൊക്കെ വന്നിരിക്കും. അപ്പോൾ അവിടെ ഒരു പ്രത്യേക രസമാണ്, അവിടെ പോയിരുന്ന് കാറ്റ് കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രസമാണ്.